അങ്ങനെ ഞാൻ രാവിലെ പണിക്കിറങ്ങി, എൻ്റെ പണിയെല്ലാം തീർത്ത് വൈകുന്നേരം 4:30 കുർബാനയ്ക്കായിട്ട് എൻ്റെ ഇടവ പള്ളിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. എൻ്റെ ഇടവക പള്ളിയുടെ തൊട്ട് താഴെ ഒരു കൊച്ചു ചാപ്പലുണ്ട്. ആ ചാപ്പലിൻ്റെ അവിടെ ഗവൺമെൻറ്റിലെ സിസ്റ്റർമാർ പോലെ പിള്ളേരെ പറഞ്ഞു നിർത്തിയിട്ടുണ്ട്. ഇന്ന് 4:30 കുർബാനയില്ല. അച്ഛന് പെട്ടെന്ന് എന്തോ രോഗം വന്ന് അച്ഛനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയേക്കുവാണ്, നിങ്ങളെല്ലാവരും തിരിച്ചു പൊക്കാനാണ് പറഞ്ഞത്. എനിക്കത് കേൾക്കാൻ പോലുമുള്ള ശക്തിയില്ല തന്നെ. കാരണം ഇത് വളരെയേറെ 10, 25, 30 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. അന്ന് വൈകുന്നേരങ്ങളിൽ വേറെ അപൂർവമായിട്ട് സ്ഥലങ്ങളിൽ മാത്രമേ കുർബാനയുള്ളൂ. ഞാൻ അവിടെ നിന്ന് പറഞ്ഞു, ഞാൻ അവിടെ നിന്ന് വീണ്ടും പള്ളിയിലോട്ട് പോവുക. അപ്പോൾ ആൾക്കാരെന്നെ വിളിച്ച്, തങ്കച്ച കുർബാനയില്ല, അച്ഛനും ഇല്ല, തങ്കച്ചൻ എന്തിനാ പള്ളിയിലോട്ട് വന്നത്? ഞാൻ പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്ന ഈശോ, ആ ഈശോ എനിക്കൊന്ന് കുർബാനയ്ക്കൊരു അവസരം ഉണ്ടാക്കി തരണം. ഞാൻ പള്ളിയിലോട്ട് കടന്നു ചെല്ലുക. പള്ളിയുടെ മുറ്റത്തോട്ട് കടന്ന് പള്ളിയുടെ വാതിലുകൾ മൊത്തം അടച്ചിട്ടിരിക്കുക, ഒരു മനുഷ്യൻ പോലും ഇല്ല. ആ സമയത്ത് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ചിന്ത, ഉൽപ്പത്തി പുസ്തകത്തിൽ യാക്കോബും ദൈവദൂതനുമായിട്ട് മൽപ്പിടുത്തം നടത്തുന്ന ഒരു ഭാഗമുണ്ട്. യാക്കോബ് ദൈവദൂതനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുന്നു, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ നിന്നെ ഞാൻ വിടിയല്ല. ഈ വചനഭാഗം എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നേ. ഞാൻ ഈശോയോട് ഇപ്രകാരം പറയുവാണ് പള്ളിയുടെ മുറ്റത്തുകൊണ്ട്, ഈശോയെ, ഈ ദേവാലയത്തിൽ ഈ സമയത്ത് ഒരു പുരോഹിതനെ വരുത്തി ഒരു പരിശുദ്ധ കുർബാനയ്ക്കുള്ള അവസരം ഉണ്ടാക്കി തരാതെ തങ്കച്ചനെ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വയ്ക്കുകയില്ല. ഞാൻ അങ്ങനെ ശാഠ്യം പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിലേക്ക് ഒരു ചിന്ത കടന്നു വരുവാണ്, മോനെ തങ്കച്ച, നീ പെട്ടെന്ന് റോഡിലേക്ക് ഓടി ഇറങ്ങിക്കൊള്ളാനാണ് പറയുന്നത്. ദൈവം നമ്മളോട് സംസാരിക്കുന്നത് ചിലപ്പോൾ ഒരു സ്വരത്തിലൂടെ ആയിരിക്കും, ചിലപ്പോൾ ഒരു തോന്നലിലൂടെ ആയിരിക്കും. ഇത് ദൈവം സംസാരിച്ചാന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പെട്ടെന്ന് ഓടി റോഡിലേക്ക് ഇറങ്ങി ചെല്ലുക. റോഡിലോട്ട് ഇറങ്ങി ചെല്ലുക. ഞാൻ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇത്ര സ്പീഡിൽ ബൈക്ക് പാഞ്ഞു വരുന്നത്. ആ ഒരു ബൈക്കിൻ്റെ മുന്നിലേക്കാണ് ഞാൻ ചെന്ന് വീഴുന്നത്. ആ ബൈക്കിൽ വൈദികനായിരുന്നു. വൈദികൻ അവിടെ വണ്ടി നിർത്തി ഞാനുമായിട്ട് സംസാരിച്ചു. എന്നോട് പറഞ്ഞു, തങ്കച്ചൻ പള്ളിയിലേക്ക് കയറി വരാൻ പറഞ്ഞു. ഞാൻ പള്ളിയിലേക്ക് കയറി ചെന്നു. പള്ളിയിലേക്ക് കയറി ചെന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, തങ്കച്ച, എല്ലാ ദിവസവും പരിശുദ്ധ കുർബാന തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് എങ്ങനെയാണോ മണി അടിക്കുന്നത്, അതുപോലൊക്കെ ഒരു മണി ഇങ്ങ് അടിച്ചേക്കാൻ പറഞ്ഞു. പരിശുദ്ധ കുർബാന തുടങ്ങുന്നതിന് തൊട്ട് മുമ്പേ എങ്ങനെയാണ് മണി അടിക്കുന്നത്? 1 മണിയാണോ 2 മണിയാണോ എന്ന് എനിക്ക് അറിയത്തില്ല. എങ്കിലും ഞാൻ ചിന്തിച്ചു 1 മണിയായിരിക്കും. എൻ്റെ സന്തോഷത്തിന് അതിരില്ല. ഞാൻ മണിക്കേറിൽ പിടിച്ച് ആഞ്ഞു വലിച്ചു. ഈ മണി അടിക്കുന്നതുകൊണ്ട് ബാലൻസ് വേണം. 1 മണി അടിക്കുന്നെങ്കിൽ പെട്ടെന്ന് മണി അടിച്ചിട്ട് കയറേന്ന് പിടിവിടരുത്. എനിക്കത് അറിയത്തില്ല. അന്ന് സന്തോഷം കൊണ്ട് മണി അടിച്ചു. പെട്ടെന്ന് 2 മണിയായിട്ട് അത് രൂപാന്തരപ്പെട്ടു. കപ്പ്യാർ ഓടി വന്നു. ആരാ ഞാൻ അറിയാതെ പള്ളിയിൽ മണിയടിക്കുന്നേ? പ്രിയപ്പെട്ട ദൈവമക്കളെ, ആ സമയത്ത് എനിക്ക് വേണ്ടി അവിടെ ഒരു പരിശുദ്ധ കുർബാന അർപ്പിക്കപ്പെട്ടു.